ഹലോ! ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധു അളിയൻ വരുന്നതിന്റെ ഒരുക്കത്തിൽ തന്നെയാട്ടോ നമ്മുടെ ലച്ചു. ഒരു രക്ഷയില്ല. നമ്മുടെ പാറമട വീട് ആകപ്പാടെ ഇങ്ങനെ സന്തോഷത്തിമിർപ്പിലാണ്. കുറേ നാൾക്ക് ശേഷമാണല്ലോ നമ്മുടെ സിദ്ധു അളിയൻ തിരികെ എത്തുന്നത്. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ പല പ്ലാനിങ് ആണ്. ബോംബെയിൽ പോണോ? കൊൽക്കത്തയിൽ പോണോ? കൊൽക്കത്തയിൽ പോയിട്ട് ആ വഴി ബാംഗ്ലൂർ വഴി തിരികെ വന്നാലോ എന്നൊക്കെ പറഞ്ഞ് മൊത്തം പ്ലാനിങ് ആട്ടോ. യാത്രയോട് യാത്രയെന്ന് പറയുന്ന നമ്മുടെ ലച്ചു ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഞാനൊന്നും അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനി അമ്മൂമ്മ ഇങ്ങനെ കുശുമ്പ് പറയുന്നുണ്ടേ. അപ്പുറത്തപ്പം നമ്മുടെ ഗൗരി അമ്മായി ഇതൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മൂന്നുപേരും മാത്രാണോ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ആയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു, എടാ വൃത്തികെട്ടവനെ, ഇത്രയോ നാൾക്ക് ശേഷം വരുന്നതല്ലേടാ, ഒരു പ്രൈവസി താടേ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി ഇങ്ങനെ നമ്മുടെ കേശുവിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ കേശു പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, എന്നിട്ട് രണ്ടും കൂടി ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയിട്ട് ലാസ്റ്റ് കേശുവേ വാടാ, കേശുവേ വാടാ എന്ന് പറഞ്ഞ് വിളിക്കാതിരുന്നാ മതി എന്നൊക്കെ പറയുകയാണെ. ആ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ലച്ചുവിന് സിദ്ധുവിന്റെ കോള് വരുന്നുണ്ട്. രണ്ടും കൂടി തല്ലി വഴക്കിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലച്ചു വീണ്ടും ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു രംഗമായിട്ട് കൂട്ടുകാർ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി സിദ്ധു എന്തായിരിക്കും ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാകുക അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.